ടേബിൾ ഫാൻ മോട്ടോറിൻ്റെ റീവൈൻഡിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ 3 സ്പീഡോട് കൂടെയാണ് വൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലരും കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു ഒരു ടേബിൾ ഫാൻ മോട്ടോർ വൈൻഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അതിന് പ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ സാധാരണ റെഡിമെയ്ഡ് മോട്ടറാണ് മാറ്റി വിടാറുള്ളത്. വൈൻഡ് ചെയ്യാനായിട്ട് മെനക്കെടാറില്ല. വൈൻഡ് ചെയ്താലും ഒറ്റ സ്പീഡിലേ വൈൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 3 സ്പീഡിലാണെന്ന് വൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ കോറിലിപ്പോൾ പേപ്പറെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പേപ്പർ വയ്ക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഷാഫ്റ്റ് എങ്ങാനും തേയ്മാനം ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണം. നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഷാഫ്റ്റും ബുഷും മാറ്റി ക്ലിയർ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ വൈൻഡ് ചെയ്യാനായിട്ട് മെനക്കെടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഷാഫ്റ്റൊക്കെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ പിന്നെ വൈൻഡ് ചെയ്തിട്ടാലും കിടക്കില്ല. വീണ്ടും മോട്ടർ സ്റ്റക്കായിട്ട് വീണ്ടും വൈൻഡിങ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബുഷും ഷാഫ്റ്റും എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രം വൈൻഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഏത് മോട്ടർ വൈൻഡ് ചെയ്തിരുന്നാലും അതിൽ സീലിംഗ് ഫാൻ ഒഴിച്ച് ബാക്കി ഏത് മോട്ടർ വൈൻഡ് ചെയ്തിരുന്നാലും ഫസ്റ്റിൽ റണ്ണിങ് വൈൻഡിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്താണ് സ്റ്റാർട്ടിങ് വൈൻഡിങ് ചെയ്യാറുള്ളത്. എന്നാൽ ഉഷയുടെ ടേബിൾ ഫാനിൽ വരുന്നത് ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. അതിലാണ് സ്പീഡ് ടാപ്പിംഗ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്താണ് റണ്ണിങ് വൈൻഡിങ് ചെയ്തത്. ഇതിൽ റണ്ണിങ് വൈൻഡിങ്ങിൽ 36 SWGയുടെ കോപ്പറും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൽ 37 SWG കോപ്പറുമാണ് ഉപയോഗിച്ചിരുന്നത്. അതിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൽ വരുന്നത് 815 ടേൺസാണ്. റണ്ണിങ് വൈൻഡിങ്ങിൽ വരുന്നത് 660 ടേൺസാണ്. ഈ ജോയിൻറ്റ് ഫ്രീ ബാർമറിനെ കുറിച്ചും ഈ വൈൻഡിങ് ചുറ്റുന്നതിനുള്ള അളവെടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ മുമ്പ് ഒരു ടേബിൾ ടോപ്പ് മോട്ടോർ വൈൻഡിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും കാണാത്തവർ അത് കാണുക. അപ്പോൾ ഇത് 2 സ്ലോട്ട് വിട്ടിട്ടുള്ള അളവാണ് ഈ എടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും ചുറ്റി തുടങ്ങുന്ന എൻഡും തീരുന്ന എൻഡും ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുന്നത് നല്ലതാണ്. എൻഡ് സോൾഡർ ചെയ്യുന്നതിന് ഇത്തിരി കട്ടി ഉണ്ടാവും. ഇപ്പോൾ സിംഗിൾ കമ്പിയാകുമ്പോൾ തീരെ കനം കുറവാണ്. ഇപ്പോൾ ഡബിളായിട്ട് മടങ്ങി നിൽക്കുമ്പോൾ അത് കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ വൈൻഡിങ് ചെയ്യുമ്പോഴൊക്കെ സീലിംഗ് ഫാനായാലും തുടങ്ങുന്ന എൻഡും തീരുന്ന എൻഡും രണ്ടായിട്ട് മടക്കിയെടുക്കും. ഇതിൽ ഇടത്തെ അറ്റത്തെയും വലത്തെ അറ്റത്തെയും അകലം ഒരുപോലെ ആക്കുന്നതിനാണ് ഈ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്ത് നിർത്തുന്നത്. ഇതിൽ മുമ്പ് വൈൻഡ് ചെയ്തിരുന്നത് ആദ്യം സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും അത് കഴിഞ്ഞ് റണ്ണിങ് വൈൻഡിങ്ങും. കമ്പനി വൈൻഡിങ്ങിൽ ആദ്യം സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും അത് കഴിഞ്ഞിട്ട് റണ്ണിങ് വൈൻഡിങ്ങുമാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം റണ്ണിങ് വൈൻഡിങ്ങും അതിൻ്റെ പുറത്ത് സാധാരണ നമ്മൾ ഓരോ മോട്ടറും വൈൻഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ മോട്ടർ വൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ റണ്ണിങ് വൈൻഡിങ്ങിൽ ഒരു സെറ്റിൽ 660 ടേൺസാണ് വരുന്നത്. ഓരോ സെറ്റും ഇതുപോലെ ചുറ്റി തീർന്നതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് കെട്ടിവിടുന്നതാണ് നല്ലത്. കമ്പി ഇവിടെ കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്യാതെ ഇതേ കമ്പി തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇതേപോലെ തന്നെ 660 ടേൺസ് വെച്ച് 3 സെറ്റ് കൂടെ ചുറ്റിയെടുക്കണം. ടേബിൾ ഫാനിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലാണ് സ്പീഡ് ടാപ്പിംഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് റണ്ണിങ് വൈൻഡിങ്ങിൽ ടാപ്പിംഗ് ഒന്നും വരില്ല. സാധാരണ വൈൻഡിങ് പോലെ 4 പോളും വൈൻഡ് ചെയ്തെടുത്താൽ മതിയാവും. റണ്ണിങ് വൈൻഡിങ് ചുറ്റി തുടങ്ങുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് തീർച്ചയായിട്ടും തുടങ്ങുന്നത് റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ലീഡിന് അടുത്ത് നിന്ന് തന്നെ തുടങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ കണക്ഷൻ കൊടുത്ത് വരുമ്പോൾ ഡയറക്ഷനിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചുറ്റുമ്പോൾ ഈ പൊസിഷനിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ 2 സ്ലോട്ടും വിട്ടിട്ടാണ് ചുറ്റേണ്ടത്. ഞാൻ സാധാരണ ഏത് മോട്ടർ ചുറ്റിയിരുന്നാലും തുടങ്ങുന്ന ലീഡ് ഇടത് സൈഡ് വരുന്ന രീതിയിലാണ് ചുറ്റി തുടങ്ങുന്നത്. അപ്പോൾ തിരിച്ച് വലത് സൈഡ് വന്നാലും പ്രശ്നമൊന്നുമില്ല. ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതി മാറി വരുന്ന രീതിയിൽ വേണം. ഒന്നിടവിട്ടുള്ള പോളുകൾ ലെഫ്റ്റും റൈറ്റും മാറി വരുന്ന രീതിയിൽ ചെയ്യണം. അത് മാത്രം ശ്രദ്ധിക്കണം. അത് മാറിപ്പോയി കഴിഞ്ഞാൽ മോട്ടർ കറക്റ്റായി വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ പോള് നമ്മൾ ഒരു ഡയറക്ഷനിൽ ഇറക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത പോള് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ഇറക്കേണ്ടത്. ഇപ്പോൾ കമ്പനിക്കനുസരിച്ച് കമ്പിയുടെ ഗേജിൽ വ്യത്യാസം വരും. ചില ഫാനിൽ 37 റണ്ണിങ്ങും 38 സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ 36 റണ്ണിങ്ങും 37 സ്റ്റാർട്ടിങ്ങുമാണ് ഉണ്ടായിരുന്നത്.
അടുത്ത സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് തടസ്സം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒതുക്കി വയ്ക്കണം. ഈ നിൽക്കുന്ന കമ്പി കറങ്ങി ഈ റൈറ്റ് സൈഡിൽ വരണം. ആ ഡയറക്ഷനിലാണ് ഇറക്കേണ്ടത്. അടുത്തത് ടേബിൾ ടോപ്പ് ഗ്രൈൻഡറിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെട്ട് ഫസ്റ്റ് ഇറക്കുന്നതിൽ റൈറ്റ് സൈഡാണ് കെട്ട് വരുന്നതെങ്കിൽ അടുത്ത് ഇറക്കുന്നതിൽ ലെഫ്റ്റ് സൈഡ് കെട്ട് വരുന്ന രീതിയിൽ ഇറക്കിയാൽ മതി. അപ്പോൾ ഡയറക്ഷൻ കറക്റ്റായിട്ട് ഒന്നിടോട്ടുള്ളത് മാറി മാറി വരും. നല്ല കമ്പി ആയതുകൊണ്ടാണ്, നല്ല മയമുള്ള കമ്പി ആയതുകൊണ്ടാണ് ഇത്രയും ഫ്രീ ആയിട്ട് ഇതിനുള്ളിൽ ഇറങ്ങി പോകുന്നത്. ഇപ്പോൾ ഇത്തിരി ടെമ്പറുള്ള കമ്പിയാണെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി പോകത്തില്ല. ഇനി ചുറ്റാൻ പോകുന്ന സ്റ്റാർട്ടിംഗ് ആണ് 37ൻ്റെ കമ്പിയാണ്. അപ്പോൾ ഇതിൽ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റിൽ 2 സെറ്റിൻ്റെ ഇടയിൽ ഒരു ടേപ്പിംഗ് വരണം. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റിൽ ടേപ്പിംഗ് എടുക്കുകയാണ്. അപ്പോൾ അടുത്ത് ഇറക്കുമ്പോൾ അതിൽ വൈൻഡിങ്ങിൽ സ്ലോട്ടിലേക്ക് ഇറക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചുറ്റുന്നത് ഒന്നുകിൽ ഫസ്റ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റിൽ. ഇതിൽ വരുന്നത് 815 ടേൺസാണ്. ഇതിൽ 815 ടേൺസ് ആകുമ്പോൾ ഇതിൽ ഒരു സെറ്റ് വൈൻഡിങ് വരുമ്പോൾ അവിടെ ഒരു ടാപ്പിംഗ് ഇടും. അടുത്ത് രണ്ടാമത്തെ സെറ്റ് വരുമ്പോൾ അവിടെയും ഒരു ടാപ്പിംഗ് ഇടും. അത് കാണിക്കാം. അപ്പോൾ ഇതിൽ 815 ടേൺസ് ആയിട്ടുണ്ട്. ഇവിടെ കെട്ടി നിർത്തിയതിന് ശേഷം ഈ അടുത്ത സെറ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ ഒന്ന് രണ്ടായിട്ട് മടക്കി പിടിക്കണം. അപ്പോൾ ഇത് ഒരു ടാപ്പിംഗ് ആണ്. ഇതാണ് ഒരു സ്പീഡ്. അപ്പോൾ ഇതുപോലെ ഒരു എൻഡ് മടക്കി എടുത്തതിന് ശേഷമേ അടുത്ത സെറ്റ് ചുറ്റാവും. ഇതുപോലെ തന്നെ അടുത്ത 815 ടേൺസ് ആയിട്ട് വീണ്ടും ഇതുപോലെ ഒരു സ്റ്റെപ്പ് കൂടെ മടക്കി പിടിക്കണം. അപ്പോൾ അടുത്ത 815 ടേൺസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിഞ്ഞ സെറ്റിൽ മടക്കിയതുപോലെ തന്നെ ഇതിൽ മടക്കി എടുക്കണം. ഇവിടെ കെട്ടി നിർത്തിയതിന് ശേഷം ഒരു ലീഡ് മടക്കി എടുത്തതിന് ശേഷമാണ് അടുത്ത് ചുറ്റേണ്ടത്. അപ്പോൾ ടാപ്പിംഗ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ചുറ്റാം. അപ്പോൾ ഇനിയുള്ള 2 സെറ്റും ടാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു സെറ്റ് ചുറ്റി തീർന്നതിന് ശേഷം ടാപ്പിംഗ് ഇല്ലാതെ തന്നെ അടുത്ത സെറ്റ് ചുറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ 815 ടേൺസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കെട്ടി നിർത്തിയതിന് ശേഷം അടുത്ത സെറ്റ് ചുറ്റിയാൽ മതി. ഇതിൽ ലീഡ് പുറത്തേക്ക് എടുക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇതിൽ ചുറ്റി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇത് തീർന്ന എൻഡ് ആയതുകൊണ്ടാണ് എൻഡ് മടക്കി എടുത്തത്. ഇത് തുടങ്ങിയ എൻഡ്, ഈ കാണുന്നത് തുടങ്ങിയ എൻഡ്. അടുത്ത ഇത് ഫസ്റ്റ് ടാപ്പിംഗ്, ഇത് സെക്കൻഡ് ടാപ്പിംഗ്. അപ്പോൾ ഇതിൽ സ്പീഡ് കൺട്രോൾ വരുമ്പോൾ ഇത് ഒന്നാമത്തെ സ്പീഡ് വരും, ഇത് രണ്ടാമത്തെ സ്പീഡ്, ഇതും റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഒരു എൻഡും കൂടെ ചേർത്ത് കണക്ട് ചെയ്ത് കോമൺ ലീഡ്, അത് മൂന്നാമത്തെ സ്പീഡ് വരും. ഇതിൽ ഈ ലാസ്റ്റ് എൻഡ് കപ്പാസിറ്റർ മാത്രം, ഇത് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ്, ഈ ലാസ്റ്റ് എൻഡ് കപ്പാസിറ്റർ മാത്രം വരും. അപ്പോൾ ഇതിൽ സപ്ലൈ വരില്ല, ഇതിൽ കപ്പാസിറ്റർ മാത്രം. അപ്പോൾ ഇതിൽ കപ്പാസിറ്റർ മാത്രം. ഈ ഫസ്റ്റ് ഇതിൽ ചുറ്റി തുടങ്ങിയ എൻഡ്, അതായത് ടാപ്പിംഗ്, ഫസ്റ്റ് ടാപ്പിംഗ് ഇട്ട സെറ്റിൻ്റെ തുടങ്ങിയ എൻഡ്, തുടങ്ങുന്ന എൻഡ് റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഒരു ലീഡും കൂടെ ചേർത്ത് ഹൈ സ്പീഡ്. അടുത്തത് ഫസ്റ്റ് ടാപ്പിംഗ്, അതിൽ എടുത്ത ഫസ്റ്റ് ടാപ്പിംഗ് സെക്കൻഡ് സ്പീഡ്, സെക്കൻഡ് ടാപ്പിംഗ് തേർഡ് സ്പീഡ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് കണക്ഷൻ കൊടുക്കുമ്പോൾ കാണിക്കാം.